നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം ബൈക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബൈക്കിൻ്റെ ഇൻഷുറൻസ് നമുക്ക് പുതുക്കാം, പുതിയ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫോൺ പേ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത്, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളടങ്ങിയ മറ്റ് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ അവസാനവും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിനുശേഷം എങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ ഇൻഷുറൻസ് എടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും മെയിൻ ഇൻ്റർഫേസ് കാണുന്നത്. ഇവിടെ ക്വിക്ക് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിവിടെ ബൈക്ക് ഇൻഷുറൻസ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ബൈക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാം നമ്മൾ നേരത്തെ ഇൻഷുറൻസ് ഏതെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. അല്ല എങ്കിൽ നമുക്ക് ഇൻഷുറൻസ് അനദർ ബൈക്ക് അല്ലെങ്കിൽ ന്യൂ ഇൻഷുറൻസ് ബൈക്ക് എന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇൻഷുറൻസ് ന്യൂ എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ യുവർ ബൈക്ക് നമ്പർ, നിങ്ങളുടെ ബൈക്കിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ തെറ്റാതെ വളരെ ശരിയായിട്ട് വേണം നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വണ്ടിയുടെ KL 06 ആണോ 7 ആണോ അത് വളരെ ഡീറ്റെയിൽ ആയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പോപ്പുലറായിട്ടുള്ള ബൈക്കുകളുടെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ല എങ്കിൽ നമുക്ക് മുകളിൽ സെർച്ചിൽ നമ്മുടെ ബൈക്കിൻ്റെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഏതാണ്, ബജാജ് ആണോ, ഹീറോ ഹോണ്ടോ, ഹീറോ, യമഹ ആണെങ്കിൽ യമഹ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണാം, അതിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ യഥാർത്ഥ പേര് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ കാണാം ഞാനിവിടെ യമഹ റേ ZR ഡിസ്ക് ബ്രേക്ക്, ഡിസ്ക് ഇല്ലാത്ത ഡ്രം ഉണ്ട്, ഡ്രം ബ്രേക്ക്, ഞാനിവിടെ ഡ്രം ബ്രേക്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കാണാം അതിന് തൊട്ട് താഴെ യുവർ പ്രീവിയസ് പോളിസി എക്സ്പയറി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വണ്ടി രജിസ്റ്റർ ചെയ്ത വർഷം, അതായത് വണ്ടി വാങ്ങിയ അത് വർഷം നമുക്ക് അറിയാമായിരിക്കും, നമ്മുടെ RC ബുക്കിലുണ്ടാവും. അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് പോളിസി എക്സ്പയറി ആണെങ്കിൽ എക്സ്പയറി നോ എന്നടിക്കുക, എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് അടിക്കുക, എക്സ്പയറി ആയിട്ടില്ലെങ്കിൽ നോ എന്ന് അടിക്കുക. അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള വ്യൂ പ്രൊട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും താഴെ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വരുന്ന അതായത് ഇൻഷുറൻസ് വാലിഡ്, അതായത് എത്ര വർഷത്തേക്ക് നമുക്ക് ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ട്. മാക്സിമം 3 വർഷം, 1 ഇയർ ഒക്കെ ആയിരിക്കും നല്ലത്. പോപ്പുലർ പ്ലാൻ എന്ന് പറയുന്ന 1 വർഷത്തെയാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഏജൻറ്റ് മുഖേനയൊക്കെ എടുക്കുന്ന 1 വർഷത്തെ ആയിരിക്കും. അതിനുശേഷം നമുക്കിവിടെ കാണാം ബജാജ് അലയൻസ് എൻ്റെ ഒരു ഇൻഷുറൻസ് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാം അഡീഷണൽ ഡാമേജ് ഡ്യൂ ഫയൽ, ഡാമേജ്, ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസുകൾ കാണാം. നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ വളരെ കൃത്യമായി വായിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ സെലക്ട് പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. കാരണം ഇമെയിൽ അഡ്രസ്സിലായിരിക്കും, നമ്മുടെ ഇമെയിൽ IDയിലായിരിക്കും ഇവർ ഇൻഷുറൻസിൻ്റെ PDF ഫയൽ നമുക്ക് അയച്ചു തരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മുടെ വണ്ടിയുടെ പേര്, രജിസ്റ്റർ നമ്പർ, വണ്ടിയുടെ എൻജിൻ നമ്പർ, ചേസ് നമ്പർ, എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ഐ ഹാവ് എ ബൈക്ക് ലോൺ, ബൈക്കിന് ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്യുക, ഇല്ല എങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വേണ്ട. അതിനുശേഷം 1 ഇയർ കവറേജ് ഉണ്ട്, പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ്, അത് നമുക്ക് വേണമെങ്കിൽ ടിക്ക് കൊടുക്കാം. 331 രൂപ അഡീഷണൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇല്ല എങ്കിൽ വേണ്ട എങ്കിൽ നമുക്കത് ടിക്ക് ചെയ്യേണ്ട. അതിനുശേഷം പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ്, അതായത് നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത പ്രീവിയസ് പോളിസിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ കുറച്ച് മുന്നെയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിവിടെ കാണാം കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാം നമ്മുടെ റിവ്യൂ പൈസ അടയ്ക്കുന്നതിനുള്ള ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. നമുക്കവിടെ ഏറ്റവും താഴെ ഒരു ടിക്ക് മാർക്ക് ടൈപ്പ് ചെയ്യാനുണ്ട്. അതായത് ഐ എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മളവിടെ ടിക്ക് കൊടുക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽ കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ കവറേജ്, കവർ വാലിഡിറ്റി, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കതെല്ലാം വളരെ വിശദമായി പരിശോധിച്ച് നോക്കാം. എത്ര രൂപയാണ് ഇൻഷുർഡ് വാല്യൂ വരുന്ന എമൗണ്ട് എത്രയാണ്, എത്ര രൂപ, ഏറ്റവും 20% അപ്ലൈഡ് NCB ഉണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം 1828 രൂപയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഐ എഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക. അതിനുശേഷം ബൈ എന്ന് പറയുന്ന ബൈ പ്ലാൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ബൈ പ്ലാൻ എന്ന് പറയുന്ന ഏറ്റവും താഴെ വലത് സൈഡുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണും ഏറ്റവും താഴെ, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലെ UPA വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ പേയ്മെൻറ്റ് ബൈ പ്ലാൻ എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UPA നമ്മുടെ ഫോൺ പേയിലെ UPA നമ്മൾ ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ UPA വഴിയോ നമുക്ക് ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ നമുക്ക് പേ ചെയ്ത് കൊടുക്കാം. നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരും. ആ OTP റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം അടിക്കുക. നമ്മുടെ ഫോൺ പേയിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പോവുകയും നമ്മുടെ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. ഉടൻ തന്നെ നമ്മുടെ ഇമെയിൽ ID PDF ആയിട്ട് നമ്മുടെ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവർ അയച്ചു തരുന്നതാണ്. നമുക്ക് ഈ PDF ആയിട്ട് ലഭിച്ചിട്ടുള്ളത് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അല്ല എങ്കിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും വാഹനങ്ങൾ ഇൻഷുറൻസിൻ്റെ കാര്യം കാണിക്കുന്നതിനോ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിനോ അതിൻ്റെ പ്രിൻ്റ് ഔട്ടോ കാണിക്കാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ ഈസിയായി ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ബൈക്കിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാം. നമുക്കൊരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഇൻഷുറൻസ് പുതുക്കാൻ സാധിക്കുന്നതാണ്. 1 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഫോൺ പേ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരും. അതുപയോഗിച്ച് നമുക്ക് വീണ്ടും ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് പൈസ പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക.